പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ എല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, യുദ്ധത്തിന്റെ ഭീതിയില്, യുദ്ധത്തിന്റെ തീവ്രമായ വേദനയില്, ഭയത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും, എല്ലാ ദേശങ്ങളെയും, രാജ്യങ്ങളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് സർവാധിപനാണ്, സർവശക്തനാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമാണ്. അങ്ങയുടെ നാമത്തിന് മുമ്പില് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്നു. കർത്താവെ, അങ്ങയുടെ പരമാധികാരത്തിലേക്കും അങ്ങയുടെ സർവാധിപത്യത്തിലേക്കും അങ്ങയുടെ സർവശക്തിയിലേക്കും ഈ യുദ്ധത്തിന്റെ സകല മേഖലകളെയും, അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും, അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചികമായ നിഗൂഢ തന്ത്രങ്ങളെയും ഗൂഢാലോചനകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി വേദനിക്കുന്ന മക്കള്, ഭയന്ന് വിറച്ച് കഴിയുന്ന മക്കള്, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്ന അവസ്ഥയില്, കർത്താവെ, ഗൾഫ് രാജ്യങ്ങളില് വേദനിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഒത്തിരി മക്കളുണ്ട്. കർത്താവെ, അനേകം മക്കള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് മെസ്സേജ് വിടുകയും വിളിക്കുകയും ഈ ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, തിരുസന്നിധിയിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഒപ്പം ഈ സമയത്ത് പരീക്ഷയിലായിരിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രത്യേകമാവിധം സ്വർഗത്തിന്റെ സഹായം എല്ലാ മേഖലകൾക്കും എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ. കർത്താവെ, പ്രാർത്ഥനയില് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ പ്രാർത്ഥനകള്, നിയോഗങ്ങള്, കുടുംബം, മക്കള്, വിദേശത്തുള്ളവര്, ദൂരസ്ഥലത്തായിരിക്കുന്നവര്, യാത്രക്കിടയില്, കർത്താവേ, രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കള്, എയർപോർട്ടുകളിലും ഹോട്ടലുകളിലും കുടുങ്ങിക്കിടക്കുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ കലുഷിതമായ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അനേക മക്കൾ യുദ്ധത്തിന്റെ ഭീഷണിയില്, എപ്പോഴും എന്തു വേണമെങ്കിൽ സംഭവിക്കാം, എവിടെ നിന്ന് എന്തു വരുന്ന സൈറൻ മുഴങ്ങി കേൾക്കുന്ന അവസ്ഥകള്. അനേകം മക്കളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയില് ആ ഗൾഫ് രാജ്യങ്ങള് ആയിരുന്നുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. മണിക്കൂറുകള് നിത്യാരാധനയില് നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും വേണ്ടി, സുരക്ഷിതത്വത്തിനു വേണ്ടി, കർത്താവിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോ കർത്താവ് ഇടപെടും. മലാക്കി പ്രവാചന പുസ്തകത്തില് 4-ാം അധ്യായത്തിന്റെ 1-ാം വചനം വായിക്കാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി മെതിക്കും. നമ്മൾ കർത്താവിനെ വിളിക്കുന്ന പേരാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവ് പറയും, ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ സമയം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ്. ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി, ഞാൻ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന സമയം ദുഷ്ടനെ നിങ്ങൾ ചവിട്ടി മെതിക്കും. കർത്താവിന്റെ വലിയ വാഗ്ദാനമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ, ഈ സമയത്തൊക്കെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ വിളിച്ച് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം ഒരു കാര്യം സത്യമാണ്, സർവാധിപനും സർവശക്തനും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. ഈ കർത്താവിനല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാനോ യുദ്ധത്തിന്റെ സമയത്ത് നമ്മുടെ മക്കളെ സംരക്ഷിക്കാനോ വേറെ ആർക്കുമേ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹായം സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗസ്ഥനായ പിതാവിങ്കിലേക്ക് കരങ്ങളുയർത്തി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന, അതിന്റെ ഭരണത്തിന്റെ ഗൂഢാലോചന ചെയ്ത് ഈ ലോകത്തെ അധിനിവേശപ്പെടുത്തി ഈ ലോകത്തെ നശിപ്പിക്കാനും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, അവന്റെ ആലോചനകളെ തകർത്തെറിയുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ ഇടപെടലും
ത്രിയേക ദൈവത്തിന്റെ സൈനിക ദൈവമായ കർത്താവിന്റെ വലിയ പ്രവൃത്തി, എഴുന്നേറ്റുള്ള പ്രവൃത്തിയും അതിശക്തമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം പിശാച് ഏതു വിധേനയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തി. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞ് എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വേറൊരു ആത്മാവ് നയിക്കാൻ പാടില്ല. എല്ലാ മക്കളെയും, എല്ലാ രാജ്യത്തിന്റെ ഭരണകർത്താക്കളെയും സൈന്യാധിപന്മാരെയും എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സ്വർഗത്തിന്റെ ആ വലിയ സമാധാനം, അത്യുന്നതികൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നുള്ള ആ സമാധാനത്തിനു വേണ്ടി, കർത്താവിന്റെ കൃപ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മക്കള് വേദനയോടെ ഇരിക്കുമ്പോ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ആ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അനേകം മക്കള് ഇന്ന് പലയിടങ്ങളിലും കലാപം അഴിച്ചുവിട്ടിരിക്കുന്ന പോലെ ഒത്തിരിയേറെ അസ്വസ്ഥതകള്, ഒത്തിരി കത്തിക്കല്, നശിപ്പിക്കലുകള് അവിടെ ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ടെന്നാ പറഞ്ഞ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കലാപം, നശിപ്പിക്കല്, കൊല്ലല്, ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല. ഇത് പിശാചിന്റെ ശക്തമായ പ്രവൃത്തി. അതുകൊണ്ട് അതിലേക്ക് നയിക്കുന്ന പൈശാചികമായ തീരുമാനങ്ങളെ, ഗൂഢാലോചനകളെ, തോന്നലുകൾ, പിശാചിന്റെ വലിയൊരു സ്വാധീനം അല്ലെങ്കിൽ കടന്നുവരവ് തോന്നലിലൂടെയാണ്. വേണ്ടാത്ത തോന്നലുകൾ, യുദ്ധം ചെയ്യാൻ തോന്നലുകൾ, പ്രതികരിക്കാൻ തോന്നലുകൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പൈശാചികമായ തോന്നലുകൾ തീരുമാനങ്ങളിലേക്ക് നയിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് നയിച്ച് നിയന്ത്രിച്ച് നല്ല തോന്നലുകൾ. ഇതെന്തിനാ, എന്ത് നേടാൻ? ഞാൻ ഓർക്കാണ്, ദൈവം എന്തെല്ലാം സമ്പത്ത്, സൗകര്യങ്ങള്, എല്ലാ സൗകര്യങ്ങളും കർത്താവ് തന്നേക്കാലെ ഇന്ന് നശിപ്പിക്കാൻ വേണ്ടി എത്രയോ കോടികൾ നമ്മൾ മുടക്കുന്നു. നമ്മളൊക്കെ ചില കണക്ക് കേട്ടുമ്പോ ഞെട്ടിപ്പോകും. ഒരു മിസൈലൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോടികൾ മുടക്കണം, ഉണ്ടാക്കാനും നശിപ്പിക്കാനും. ഈ പൈസയൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ ആഹാരത്തിനു വേണ്ടി, അവന്റെ സൗകര്യത്തിനു വേണ്ടി, അവന്റെ സമാധാനത്തിനു വേണ്ടി ദൈവം തന്നത്. നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, മനുഷ്യരെ തന്നെ ഇല്ലാതാക്കി കൊന്നൊടുക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടി നൽകിയിട്ട് അതെല്ലാം നശിപ്പിക്കുന്ന പിശാചിന്റെ ഒരു നിഗൂഢമായ പ്രവൃത്തി. ഈ ഗൂഢാലോചനകൾ താർക്കണം. ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ദൈവമക്കൾ അനുഭവിക്കേണ്ട സമ്പത്ത്, ദാരിദ്ര്യമില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, നന്നായിട്ടൊക്കെ സൗകര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം എല്ലാം നൽകിയിട്ട് പിശാചത് ഇടപെട്ട് നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾക്ക് ആയുധങ്ങള്, ഒത്തിരി യുദ്ധ സാമഗ്രികള്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തുമാത്രം ചെലവുകള്. ഇപ്പാണെങ്കിലും എല്ലാത്തിനും പൈസ കൂടുന്നു, കഷ്ടപ്പാട് വർദ്ധിക്കുന്നു, എല്ലാം കൊണ്ട് നശിച്ച് തകർക്കുന്ന പിശാച്. കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം വച്ചിട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുരക്തത്തിന്റെ ജപമാല എല്ലാവരും മുടങ്ങാതെ ചെല്ലുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമെന്ന് ചങ്കുപൊട്ടി കർത്താവിന്റെ പീഡാസഹനങ്ങളെ അവകാശപ്പെട്ടുകൊണ്ട് ഈ നോമ്പുകാലത്തില് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളെ, ദൈവം അതിശക്തമായിട്ട് ഇടപെടും. നമ്മുടെ ദൈവം സർവാധിപനാണ്, സർവശക്തനാണ്. ആ ദൈവത്തിന് മാത്രമേ ഈ യുദ്ധത്തിന്റെ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൈന്യങ്ങൾ ദൈവമായ കർത്താവെ എഴുന്നേൽക്കണമേ. കർത്താവെ ഉണരുക, കർത്താവെ ഉണരുക. അങ്ങയെ വെറുക്കുന്നവർ പലായനം ചെയ്യട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ ചിതറിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ മക്കളെ സംരക്ഷിക്കാൻ, കർത്താവിന്റെ ഭൂമി, കർത്താവിന്റെ ദേശങ്ങൾ, കർത്താവിന്റെ ജനം എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് തന്നെ എഴുന്നേൽക്കണം, കർത്താവ് തന്നെ പ്രവർത്തിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാ മക്കളോടും അച്ഛപ്പ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നാളെ ഒരു ദിവ്യകാരണ യാത്ര പ്രത്യേകമാവിധ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഈശ്വരത്തിന്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കട്ടെ. പ്രത്യേകം ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ. അതോടൊപ്പം യാത്രയിൽ കുടുങ്ങിപ്പോയ മക്കള്, ഗൾഫ് സെക്ടറിലൂടെ കടന്നുപോയ സമയത്ത് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ട് പല മക്കളും വിളിച്ചു, പെട്ടുപോയി. ഹോട്ടലുകളിലും എയർപോർട്ടുകളിലും കുടുങ്ങിക്കിടക്കുന്ന മക്കൾ, അവരോട് വേദനിക്കുന്ന ഒത്തിരി കുടുംബാംഗങ്ങൾ നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കും ഇടപെടലിനും വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാനും
ഫ്ലൈറ്റുകളൊക്കെ പുനരാരംഭിക്കാനും എല്ലാ യാത്രകളും അപകടമില്ലാതെ സുഖമായിട്ട് മുന്നോട്ട് പോകാനും എല്ലാ മക്കളും ലക്ഷ്യസ്ഥാനത്ത് ചേരാനും കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം ഈ ദിവസങ്ങളൊക്കെ ശക്തമായി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, സർവാധിപനും സർവശക്തനുമായ കർത്താവെ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ആകാശവും ഭൂമിയും അങ്ങാണ് സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണ്. അങ്ങ് രക്ഷിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കുമാകില്ല. ഒരു പൈശാചിക ശക്തികൾക്കോ ഒരു ലോക രാജ്യ നേതാക്കൾക്കോ ഒരു സൈന്യത്തിനോ പറ്റത്തില്ല. ഞങ്ങളത് ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് കർത്താവ് ലോകം മുഴുവനെയും എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും അമേരിക്കയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഭരണാധികാരികളെയും എല്ലാ സൈന്യാധിപന്മാരെയും കർത്താവ്യത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധഭീതിയിൽ കഴിയുന്ന രാജ്യങ്ങള്, അനേകം മക്കള്, ഉറക്കപ്പോൾ നഷ്ടപ്പെട്ടു പോയ മക്കള്. ഞാൻ അമ്മച്ചി പറയുന്നു, മിസൈലിന്റെ വീണ പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് കുഞ്ഞ് ഭയന്ന് പേടിച്ച് പനി പിടിച്ച് അകപ്പാടിരിക്കുന്നൊരവസ്ഥ. കർത്താവ്, ഒത്തിരിയേറെ മക്കൾ വേദനയിലാണ്. കർത്താവ്, എല്ലാ മക്കളെയും അങ്ങനത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. യാത്രയില് ഇടയ്ക്ക് പെട്ടുപോയ മക്കൾ, കുടുങ്ങിപ്പോയ മക്കൾ, കർത്താവ്, ഹോട്ടലുകളിലും എയർപോർട്ടുകളിലും യാത്ര മുടങ്ങിപ്പോയി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനിക്കുന്ന കുടുംബങ്ങള്, മാതാപിതാക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങ് തന്നെ എഴുന്നേറ്റ് അതിശക്തമായിട്ട് ഈ മേഖലയില്, ഈ അവസ്ഥയില്, അങ്ങയുടെ മക്കളുടെ കാര്യത്തില്, യുദ്ധത്തിന്റെ മേഖലകളിൽ അങ്ങിടപെടണമേ എന്ന് തീക്ഷ്ണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം കർത്താവെ എല്ലാ മക്കൾക്കും നൽകണമേ. അമ്മ മാതാവിനെ ഈ മക്കളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, നേതാക്കന്മാരിലേക്ക് അയച്ചുകൊണ്ട് അമ്മയുടെ വലിയ സാന്നിധ്യം എല്ലായിടത്തും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന മക്കള്, അനേക മക്കള് അമ്മ മാതാവിന്റെ യാചിച്ചുകൊണ്ട് അങ്ങയുടെ ജപമാലകൾ, ഭവനങ്ങളൊക്കെ നടത്തുന്നു എന്ന് അറിഞ്ഞപ്പോ അമ്മ മാതാവിന്റെ വലിയ ഇടപെടല് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യനാഥ പരിശുദ്ധ അമ്മയെ എല്ലാ മക്കളിലേക്കും അയക്കണമേ, രാജ്യങ്ങളിലേക്ക് അയക്കണമേ. അമ്മയുടെ സാന്നിധ്യം എല്ലാം ശാന്തമാക്കട്ടെ, സമാധാനമാക്കട്ടെ. ഒപ്പം ഈശോയെ, മാലാഖമാരെ അയക്കണമേ. ഹെസ്കേൽ രാജാവിന്റെ കാലത്ത് രാജാവിനെ സഹായിക്കാൻ വേണ്ടി ദൂതനെ അയച്ച് ശത്രു സൈന്യത്തെ നശിപ്പിച്ച കർത്താവേ, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയാൻ, സാത്താനെ ബന്ധിക്കാൻ കർത്താവേ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു ദൂതന് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. കർത്താവേ, അങ്ങയുടെ മക്കളെ സംരക്ഷിക്കണമേ, അങ്ങയുടെ മക്കളെ ഒതുങ്ങി പിടിക്കണമേ, ശത്രുവിന്റെ തലയെ തകർക്കണമേ, അവന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ, അവന്റെ ഗൂഢമായ ആലോചനകളെ നശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേക കാര്യങ്ങളോട് ചേർന്ന് പാവപ്പെട്ട മക്കളായി ഞങ്ങളും തിരുസന്നിധിയിലേക്ക് ഈ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇസ്രായേലിനെ, ഇറാനെ, USA, അമേരിക്കയെ, ഗൾഫ് രാജ്യങ്ങൾ, ദുബായ്, ഷാർജ, ബഹ്റൈൻ, കുവൈറ്റ്, അബുദാബി, എല്ലാ രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കളുടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, അവർ വസിക്കുന്ന ഫ്ലാറ്റുകള്, വീടുകള്, സ്ഥലങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരു രക്തം കൊണ്ട് കോട്ട കെട്ടണമേ. കർത്താവെ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മിഖായേൽ മാലാഖ ശക്തമായിട്ട് ഇടപെട്ട് യുദ്ധത്തിന്റെ സകല മേഖലകളിലും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യാത്ര കുടുങ്ങിപ്പോയ മക്കള്, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാതെ വേദനിക്കുന്ന മക്കൾ, അവരോട് ഒത്തിരി വേദനിക്കുന്ന പ്രിയപ്പെട്ടവര്, കർത്താവ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമേ. കർത്താവ്, അങ്ങ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ്. അങ്ങ് എഴുന്നേറ്റാൽ, അങ്ങ് പറഞ്ഞില്ലേ, ശത്രുവിനെ ഞാൻ ചവിട്ടി തകർക്കും. അങ്ങ് എഴുന്നേൽക്കണമേ, അങ്ങ് ഇടപെടണമേ.
അങ്ങേക്കല്ലാതെ വേറെ ആർക്കും ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കരമുയർത്തി പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ പെടണമേ. അപ്പം കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹിക്കണം. ആശുപത്രിയിൽ കഴിയുന്ന മക്കള്, രോഗികളായ മക്കള്, മരണാസന്നരായി കഴിയുന്ന മക്കള്, വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും യുദ്ധത്തിന്റെ എല്ലാ മേഖലകളിലും സ്വർഗത്തിന്റെ അതിശക്തമായ ഇടപെടലും സഹായവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനും എല്ലാ തടസ്സങ്ങളും മാറാനും പൂർവാധികം ശക്തിയോടെ, കൃപയോടെ, അഭിഷേകത്തോടെ ജനം മുന്നോട്ട് പോകാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാന സന്നദ്ധിയില് എല്ലാ മക്കളും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് എഴുന്നേറ്റ് എല്ലാ ശത്രുവിന്റെയും തല തകർത്ത് പരാജയപ്പെടുത്തി അങ്ങയുടെ മക്കൾക്ക് വിജയം നൽകുവാൻ കർത്താവേ ഉണരണമേ. കർത്താവേ, എഴുന്നേൽക്കണമേ, ശക്തി പ്രകടമാക്കണമേ. പ്രാർത്ഥിക്കുന്നു ഈശോയേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇത്രയും തേള മാതാവിനുള്ള പ്രാർത്ഥന ശക്തമായിട്ട് പലവട്ടം ആവർത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റെല്ലാ പ്രാർത്ഥനകളും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ്. ജപമാല ചൊല്ലി, കരുണക്കൊന്ത് ചൊല്ലി, നമ്മുടെ തിരക്തത്തിന്റെ ജപമാല, തിരക്തത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുക. സാധിക്കും നമുക്ക് ദിവ്യഗാന ആരാധനയിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാന മുടങ്ങാതെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ശക്തി, രക്ഷാകര ശക്തി ഈ മേഖലകളിൽ പ്രകടമാകണം. മക്കളെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെയും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.